ദ്രുതഗതിയിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില ഗ്രാമങ്ങളുണ്ട്. പാതയ്ക്ക് ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന സ്കൂളും ആരാധനാലയങ്ങളും പോലുള്ള ദൈനംദിന ആവശ്യങ്ങൾ കേന്ദ്രങ്ങളിലേക്ക് കിലോമീറ്ററുകൾ അപ്പോൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു സ്ഥിതി വരും. അപ്പോൾ അത് നിരവധി തവണ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിൽ നിന്നായി. അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് കാസർഗോഡ് ബേവിഞ്ച എന്നൊരു ഗ്രാമം. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് ഈ റിപ്പോർട്ടിലൂടെ കണ്ടറിയാം. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നിർമ്മിക്കുന്ന ദേശീയപാതയ്ക്ക് മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. 2026 ഈ പണി പൂർത്തിയാക്കുമെന്നാണ് കരാർ കമ്പനിയുടെ അവകാശവാദം. കാസർഗോഡ് ജില്ലയിലെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള 4 കിലോമീറ്റർ ഭാഗം അശാസ്ത്രീയമായി നിർമ്മിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. പലയിടത്തും ഡ്രെയിനേജ് സംവിധാനമോ സർവീസ് റോഡുകളോ ഇല്ല. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. പാത പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നതോടെ ബേവിഞ്ചയിലെ ജനങ്ങൾ ഒറ്റപ്പെടും. സ്കൂളും മദ്രസയും അംഗൻവാടിയും പള്ളിയും അമ്പലവുമൊക്കെ റോഡിന് മറുവശമാണ്. അവിടേക്ക് ഇറങ്ങാനുള്ള സർവീസ് റോഡ് ഇതുവരെയും നിർമ്മിക്കാനുള്ള പദ്ധതിയില്ല. കാസർഗോഡ് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് അതിവേഗതയിലാണ് പാതയിലൂടെയുള്ള വാഹനങ്ങളുടെ വരവ്. പാത മുറിച്ചു കടന്നാൽ പോലും താഴെയുള്ള പള്ളിയിലേക്കും മദ്രസയിലേക്കും എങ്ങനെ എത്തുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ഞങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ ഒരു വികസനവും വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള തീരുമാനം. പക്ഷേ വികസനത്തിന് ഒരു എതിർപ്പും ഈ നാട്ടുകാരും വഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് സർവീസ് റോഡില്ലാതെ ഞങ്ങൾ എങ്ങനെ കടന്നു പോകും? ഞങ്ങൾ സ്കൂളിൽ പോകേണ്ട കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മദ്രസയിൽ പഠിക്കുന്ന ആൾ, പള്ളികളിൽ പോകുന്ന ആൾ, മറ്റു ആവശ്യങ്ങൾക്ക് ഞങ്ങൾ പുറത്ത് പോകുന്ന ആൾ, ഒരു ആൾക്കും ഞങ്ങൾക്ക് പോകാനുള്ള സർവീസ് റോഡില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളീൻ്റെ അകത്ത് കടക്കാൻ പോലും ഞങ്ങളൊരു ആരെങ്കിലും മരിച്ചു പോയാൽ ഞങ്ങൾ ബോഡി കൊണ്ടുപോകാൻ പോലും ഞങ്ങൾക്ക് സൗകര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അണ്ടർപാസ്. ഇതിന് മറുപടി പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കളക്ടർക്ക് കൂടിയുണ്ട്. നിരവധി തവണ ഈ സ്ഥലം സന്ദർശിക്കുകയും നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുകയും ചെയ്ത ആളാണ് ജില്ലാ കളക്ടർ. ആർക്കും ഉപകാരമില്ലാത്ത ഈ അണ്ടർപാസ് എന്തിന് സ്ഥാപിച്ചു എന്നത് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പയസ്സിനിപ്പുഴയ്ക്ക് അരികിലൂടെയുള്ള റോഡാണ് 3000-ഓളം വരുന്ന ജനങ്ങളുടെ ഏക ആശ്രയം. മഴ കനക്കുന്നതോടെ പുഴ കരകവിയും. അതോടെ ഈ റോഡിലൂടെയുള്ള യാത്രയും അസാധ്യമാകും. സർവീസ് റോഡുകൾ നിർമ്മിച്ച് യാത്രാ സൗകര്യം ഒരുക്കാമെന്ന ജില്ലാ കളക്ടറുടെ വാഗ്ദാനം പാലിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് 57-300 മുതൽ 62 കിലോമീറ്റർ വരെ ചെർക്കള BK പാറ മുതൽ ചട്ടഞ്ചാല് വരെ സർവീസ് റോഡില്ല. സർവീസ് റോഡിൽ ഡ്രെയിനേജും ഇല്ല. അപ്പോൾ ഈ ഡ്രെയിനേജ് ഇല്ലാത്ത കാരണം ചെർക്കള ടൗണിൽ നിന്ന് വരുന്ന മൊത്തം വെള്ളം ഈ ചന്ദ്രഗിരി പുഴക്കാണ് വരുന്നത്. അത് പല ഡ്രെയിനേജായിട്ട് വരുന്നതാണ്. ഈ ഡ്രെയിനേജെല്ലാം മൊത്തം ഇവർ കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ വീട്ടിലും താഴത്തുള്ള ഏറ്റവും വലിയ താഴത്ത് നിൽക്കുന്ന പ്രദേശമാണ് ഇത്. ഇവിടെ ഈ ഓരോ വീട്ടിലേക്കും വെള്ളം കയറി മറിയാണ് മഴ പെയ്താൽ. 2000-ൽ മേലെ വീടുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ പള്ളിയിൽ തന്നെ ഏകദേശം ഒരു 650-ഓളം വീടുണ്ട്. ബേവിഞ്ചയിൽ നിന്ന് ഇരിയണ്ണി ബോവിക്കാനം വഴി കർണാടകയിലേക്കും കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയിലേക്കും റോഡ് പോകുന്നുണ്ട്. ദേശീയപാത നിർമ്മാണം പൂർത്തിയായാൽ കാസർഗോഡ് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഈ റോഡിലേക്ക് പ്രവേശനം സാധ്യമാകൂ. കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ റോഡിലേക്ക് പ്രവേശിക്കാൻ അടിപ്പാതയും നിർബന്ധമാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ അശാസ്ത്രീയമായി റോഡ് നിർമ്മിക്കുന്ന മേഘ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പയസ്സിനിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഈ റോഡാണ് 2000-ഓളം വരുന്ന പ്രദേശവാസികളുടെ ഏക ആശ്രയം. പക്ഷേ ജൂണോടെ മഴ കനത്താൽ ഈ പുഴ കരകവിയും. ഈ റോഡൊക്കെ വെള്ളത്തിനടിയിലാകും. അപ്പോൾ എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ആർക്കും അറിയില്ല. ജില്ലാ ഭരണകൂടമാണ് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ടത്. ജില്ലാ കളക്ടർ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കണം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.
എന്തായാലും പുതിയ പാത പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നതോടുകൂടി ബേവിഞ്ചയിലെ ഈ യാത്ര അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ യാത്ര അത് റോഡ് മുറിച്ചു കിടന്നാലും ഈ പറയുന്നത് പോലെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടത് അത് വലിയ ദുഷ്കരമാകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മറ്റൊന്നാണ്. ആ രീതിയിൽ ബേവിഞ്ച പോലുള്ള ഒരുപാട് ഗ്രാമങ്ങൾ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ദുരവസ്ഥ അനുഭവിക്കുന്നുണ്ട്.